കഴിഞ്ഞ 10 ദിവസമായി GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും സമാധാനമില്ല. നിരന്തരം മിസൈലും ഡ്രോണും ഇങ്ങനെ ആ രാജ്യങ്ങൾക്ക് മേൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അധികൃതരും ഭരണകൂടവും കർശനമായ ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിയമവും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അത് ആ രാജ്യത്തെ ജനജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ UAE വന്നൊരു നിയമം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോയൊന്നും എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. കാരണം ആ നിയമം കൊണ്ട് UAE ലക്ഷ്യം വെച്ചത് അവിടുത്തെ ജനജീവിതത്തിന്റെ സുരക്ഷിതത്വം മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഒരു ആക്രമണം രാജ്യത്ത് നടക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങളോ വീഡിയോയോ ഒക്കെ എടുക്കാനായിട്ട് അവിടെയുള്ള ജനം ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പരിക്കേൽക്കുകയും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. നമുക്കറിയാം, നമ്മളെ എപ്പോഴും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കയോടുകൂടി നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആക്രമണത്തിന്റെയും മറ്റുമുള്ള ദൃശ്യങ്ങൾ, ഒരു മിസൈലും റോക്കറ്റും ഒക്കെ വന്ന് പതിക്കുന്നതും കൂടെയുള്ളവർക്ക് പരിക്കേൽക്കുന്നതും അവിടുത്തെ ജനജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങളെല്ലാം നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. അത്തരം ദൃശ്യങ്ങളെല്ലാം നമുക്ക് ആശങ്കയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ UAE ഇതിനെതിരെ ഒരു കടുത്ത നിയമം കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് UAE പറഞ്ഞിരുന്നു. UAE മാത്രമല്ല, മറ്റൊരു ഗൾഫ് രാജ്യം കൂടി അത് പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ചിലര് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായിട്ട് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ നൽകുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനും അവിടെ ആ സമയത്ത് കൊണ്ടുവരുന്ന നിയമങ്ങൾ പാലിക്കാനുമെല്ലാം അവിടുത്തെ ജനങ്ങൾ, അത് സ്വദേശികളായിക്കോട്ടെ പ്രവാസികളായിക്കോട്ടെ, അവരൊക്കെ ബാധ്യസ്ഥരാണ്. അപ്പൊ UAE അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് മിസൈൽ ഡ്രോൺ ഭീഷണികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മൊബൈൽ ഫോൺ അലേർട്ടുകളുടെ ശബ്ദത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് UAE. രാവിലെ 9 മുതൽ രാത്രി 10:30 വരെ ഉച്ചത്തിലുള്ള മുന്നറിയിപ്പ് ശബ്ദം തുടരും. ഭീഷണി ഒഴിഞ്ഞാൽ സാധാരണ സന്ദേശത്തിന്റെ ടോണിൽ ലഭിക്കും. രാത്രി 10:30 മുതൽ രാവിലെ 9 വരെ ഉച്ചത്തിലുള്ള മുന്നറിയിപ്പ് ശബ്ദത്തിന് പകരം സാധാരണ മെസ്സേജ് ടോൺ മാത്രമേ ഉണ്ടാകൂ. രാത്രിയിലെ ഉയർന്ന ശബ്ദം ജനങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ടാണ് അലേർട്ട് ടോണിൽ മാറ്റം വരുത്തിയത്. സെൽഫ് ബ്രോഡ്കാസ്റ്റ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സന്ദേശങ്ങൾ അയക്കുന്നത്. ഫോൺ സൈലന്റ് മോഡിലാണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് ശബ്ദം കേൾക്കാം. മിസൈൽ ഭീഷണിയുള്ള നിർദ്ദിഷ്ട മേഖലയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് സന്ദേശം ലഭിക്കുക. പ്രാദേശിക നമ്പറുകൾ ഉള്ളവർക്കും ടൂറിസ്റ്റുകൾക്കും ഒരേപോലെ ഈ സന്ദേശം ലഭിക്കും. അതേസമയം പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അലർട്ട് ലഭിച്ചാൽ ഉടൻ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. മുന്നറിയിപ്പ് ലഭിച്ചാൽ ജനാലകൾ, വാതിലുകൾ, തുറന്ന സ്ഥലങ്ങൾ എന്നിവയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാനും അധികൃതർ നിർദ്ദേശം നൽകുകയാണ്. UAE അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കണം. നമുക്കറിയാം, ഇപ്പൊ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. അവിടുത്തെ അവസ്ഥ പ്രവചനാതീതമാണ്. സംഘർഷം ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വിമാന സർവീസുകളെല്ലാം പഴയപടിയായി വരുന്നു. എങ്കിലും പൂർണ്ണമായും പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ സമയത്ത് അധികൃതരും ഭരണകൂടവും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രവാസികളും സ്വദേശികളും എല്ലാം ഒരുപോലെ പാലിക്കണം. ഈ സമയത്ത് കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം അവർ കർശനമായി തന്നെ നടപ്പാക്കും. കാരണം ഈ സമയത്ത് ആ ഭരണകൂടത്തിന്റെ ലക്ഷ്യം അവിടുത്തെ ജനജീവിതത്തിന്റെ സുരക്ഷിതത്വം മാത്രമാണ്. ഇത്തരത്തിൽ അപകടത്തിൽ എന്തെങ്കിലും സന്ദേശം ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. UAE നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള സന്ദേശങ്ങളും അനാവശ്യമായിട്ടുള്ള മെസ്സേജും നിരോധിക്കപ്പെട്ടിട്ടുള്ള വീഡിയോകളും ആൾക്കാരെ ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും ഒന്നും പ്രചരിപ്പിക്കാതിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും എല്ലാം ഔദ്യോഗിക ചാനലുകളിൽ നിന്നാണെന്ന് ഉറപ്പാക്കുക. നമുക്കറിയാം, സത്യത്തെക്കാൾ കൂടുതൽ പെട്ടെന്ന് പ്രചരിക്കുക മിഥ്യയായിരിക്കും. ഈ സമയത്ത് പല വ്യാജ വാർത്തകളും ചുറ്റും പ്രചരിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ഔദ്യോഗിക ചാനലുകളിൽ നിന്ന്, ഔദ്യോഗിക ചാനൽ, വെബ്സൈറ്റ് അങ്ങനെയുള്ളതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം പിന്തുടരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.